നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ സാമ്പത്തിക ധനസഹായ പദ്ധതികളാണ് വാർദ്ധക്യകാല പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷനുകൾ, 60 വയസ്സ് പൂർത്തിയായവർക്ക് ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ള ധനസഹായങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നിയമപരിഷ്കാരത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു വിതരണ രീതിയായിരുന്നു പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ വീടുകളിൽ നേരിട്ട് എത്തിച്ചു നൽകുന്ന ഡയറക്റ്റ് ഹോം ഡെലിവറി സംവിധാനം. പ്രാദേശിക സഹകരണ സംഘങ്ങളിലേക്ക് സർക്കാർ തുക കൈമാറുകയും തുടർന്ന് അവിടത്തെ കളക്ഷൻ ഏജന്റുമാർ വഴിയോ ഉദ്യോഗസ്ഥർ വഴിയോ ഈ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ കൈകളിൽ നേരിട്ട് എത്തിച്ചു നൽകുന്ന രീതി. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച പുതിയ നിബന്ധനയും ഉത്തരവും അനുസരിച്ച് നേരിട്ടുള്ള വിതരണ രീതി പൂർണ്ണമായിട്ട് നിർത്തലാക്കാനും പെൻഷൻ തുക DBT ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സംസ്ഥാന സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഒക്ടോബർ തുടക്കത്തോടുകൂടി ഇതിന്റെ തുടർ നടപടികൾ ആരംഭിക്കുമെന്നും സംസ്ഥാന സർക്കാർ നൽകുന്ന സൂചനകൾ. ഇതിന്റെ ഭാഗമായിട്ട് നിലവിൽ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ വാങ്ങാത്ത എല്ലാ ആളുകളും കൃത്യമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അധികൃതർക്ക് മുൻപിൽ ഹാജരാക്കേണ്ടി വരുന്നതായിരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഥവാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി എന്നിവ വഴിയൊക്കെയാണോ അതോ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ടാണോ അക്കൗണ്ട് വിവരങ്ങൾ നമ്മൾ സമർപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകുന്നതാണ്. നിലവിൽ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പുതിയ അക്കൗണ്ടുകൾ എടുക്കേണ്ടതില്ല. അവർക്ക് നിലവിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെ യാതൊരു തടസ്സവുമില്ലാതെ ഈ ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുന്നതായിരിക്കും. സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഈ പുതിയ ബാങ്കിംഗ് വിതരണ രീതിയുടെ പ്രധാന സവിശേഷത എന്നത് സർക്കാർ സാമ്പത്തിക ആനുകൂല്യങ്ങൾ അനുവദിക്കുന്ന അതേ സമയത്ത് തന്നെ DBT സംവിധാനം ഉപയോഗിച്ച് തുക തടസ്സമില്ലാതെ ഒരേ ദിവസം തന്നെ ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നു. മുൻപത്തെ പോലെ ഈ ഫണ്ട് സഹകരണ സംഘങ്ങളിലേക്ക് എത്തുമെന്നും അതുപോലെ കളക്ഷൻ ഏജന്റുമാർ വീടുകളിൽ എത്തുന്നത് വരെയുള്ള നീണ്ട കാത്തിരിപ്പും അതുവഴി ഉണ്ടാകുന്ന കാലതാമസവും പൂർണ്ണമായി ഒഴിവാക്കാൻ ഈ ഒരു പുതിയ നടപടികളിലൂടെ സാധിക്കും. അതോടൊപ്പം തന്നെ സ്വന്തമായി ബാങ്കുകളിൽ നേരിട്ടെത്തി പണം പിൻവലിക്കാൻ കഴിയാത്ത കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും സർക്കാർ ഈ തുക വീടുകളിൽ ഏജന്റുമാർ നേരിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും.